സാബു കെ ജേക്കബ് പാർട്ടിയെ വഞ്ചിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കെതിരെ മത്സരിക്കുമ്പോൾ നമ്മുടെ ഭൂരിപക്ഷം ജില്ലയിലെ മികച്ച ഭൂരിപക്ഷമല്ല, ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം നേടിക്കൊടുത്ത് അനൂപ് ജേക്കബിനെ ജയിപ്പിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അത് ഈ പ്രത്യയശാസ്ത്രത്തോടും ഈ പ്രസ്ഥാനത്തിനെയും അട്ടിമറിച്ചും തള്ളിപ്പറഞ്ഞും 30 വെള്ളിക്കാശിന് ഈ പ്രസ്ഥാനത്തിനെ ഒരു രാത്രിയുടെ മറവിൽ തള്ളിപ്പറഞ്ഞ് കടന്നുപോയവർക്ക് ഈ പ്രസ്ഥാനം നൽകുന്ന മറുപടിയാണ്. പിന്തുണയ്ക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിവുള്ളതുപോലെ ഇന്ന് കുത്താട്ടുകുളം ടൗണിലൂടെ വ്യാപാരി സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ടും ഈ പ്രദേശത്തിലേക്ക് കടന്നു വരുമ്പോഴും വലിയ പിന്തുണയും വലിയ സഹകരണവുമാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികവാർന്നൊരു വിജയത്തിലേക്കാണ് ഇപ്രാവശ്യവും ഐക്യജനാധിപത്യ മുന്നണി എത്തുന്നത് എന്നത് ഏറെ അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷൻ ആരംഭിക്കുകയും നാളെ പര്യടനം ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഇനി 7-ാം തീയതി സമാപന ദിവസമാണ് നമ്മുടെ പര്യടനവും അവസാനിക്കുകയുള്ളൂ. അപ്പം തുടർച്ചയായ ദിവസങ്ങൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്തുള്ള പരമാവധി സമയം വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ആ പരിമിതമായ സമയത്തിനുള്ളിൽ തന്നെ പരമാവധി ജനങ്ങളിലേക്ക് എത്താനും വോട്ടുകൾ അഭ്യർത്ഥിക്കുവാനുമുള്ള ശ്രമമാണ് ഞങ്ങൾ ഓരോരുത്തരും നടത്തുന്നത്. എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കുവാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്തുണയും സഹകരണവും തുടർന്നും ഉണ്ടാവണമെന്നുള്ളതാണ്. നമ്മുടെ നാടിൻ്റെ പുതു മേഖലകളിലേക്ക് പുതുയുഗത്തിലേക്ക് നയിക്കുവാൻ, ഈ കേരളത്തെ ഒരു പുതുയുഗത്തിലേക്ക് നൽകുക എന്നുള്ള നയിച്ച് മുമ്പോട്ട് വരിക എന്നുള്ളതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. കാലത്തിനനുസൃതമായ പുതിയ വികസന ആശയങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് ലഭ്യമാക്കുവാൻ കഴിയുന്ന ക്രിയാത്മകമായ ഒരു ഭരണ സംവിധാനമായിരിക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത്. 100 സീറ്റിൻ്റെ ഭൂരിപക്ഷം UDFന് കേരളത്തിൽ ലഭിക്കുമെന്ന് പറയുന്നതിൽ അതൊരു അതിശയോക്തിയുമില്ല. പുനരുദ്ധരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് പുതിയ ബ്ലോക്കുകൾ ലഭ്യമാക്കാൻ, നമ്മുടെ ആശുപത്രി കെട്ടിടങ്ങൾക്ക് പുതിയ ബ്ലോക്കുകൾ ലഭ്യമാക്കാൻ, അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അമൃത് ജലജീവൻ മിഷൻ പദ്ധതികളിലൂടെ കുടിവെള്ള പദ്ധതികൾ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ലഭ്യമാക്കാൻ. കുടിവെള്ള പദ്ധതികൾക്ക് കാലതാമസമുണ്ടായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരളത്തിൽ 7500 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കുടിശ്ശിക വരുത്തിയത്. അത് കാരണം അമൃത് ജലജീവൻ മിഷൻ പദ്ധതികൾ ഇടയ്ക്ക് വെച്ച് നിശ്ചലമാവുന്ന സാഹചര്യമുണ്ടായി കേരളത്തിലാകമാനം. പക്ഷെ തീർച്ചയായിട്ടും 2025 പൂർത്തിയാവുമെന്ന് പറഞ്ഞത് ഇപ്പോൾ അവരെ മന്ത്രിമാർ പറയുന്നത് 2026-27 ജലജീവൻ പൂർത്തിയാവുമെന്നുള്ളതാണ്. ഇനി അതിന് അവർ മെനക്കെടണ്ട, ജലജീവനും അമൃതവും ഒക്കെ നമ്മുടെ സർക്കാർ പൂർത്തിയാക്കി കൊടുക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ എല്ലാ തലങ്ങളിലും ഗ്രാമീണ വികസന, ഗ്രാമീണ ടൂറിസം പദ്ധതികളിലാവട്ടെ, പിൽഗ്രിം ടൂറിസം സർക്യൂട്ടുകളിലാവട്ടെ, പുതിയ മേഖലകളിലേക്ക് നമുക്ക് കടന്ന് ഇനിയും നമുക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിക്ക് നൽകുന്ന വോട്ടുകൾ ഈ നാടിൻ്റെ മതേതരത്വം സംരക്ഷിക്കുവാനുള്ള വോട്ടുകളാണ്, നമ്മുടെ ജനാധിപത്യത്തെ കാത്ത് സംരക്ഷിക്കുവാനുള്ള വോട്ടുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്, ഇന്ന് ഈ നാടിനെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ വിഭജിക്കുവാനുള്ള ശക്തികൾക്കെതിരെയുള്ളൊരു പോരാട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.